അനിഴം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം 2026 ജൂലൈ മാസം ജീവിതത്തിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. ശനി നക്ഷത്രനാഥനായി വരുന്ന അനിഴം നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളും ലക്ഷ്യബോധമുള്ളവരുമാണ്. 2026 പകുതിയോടെ പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയിലുള്ള സഞ്ചാരവും മറ്റും അനിഴം നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്ന ഒന്നാണ്. ഈ മാസത്തെ ഫലങ്ങൾ കരിയർ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ വിവിധ മേഖലകളായി ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. അനിഴം നക്ഷത്രക്കാരുടെ ഔദ്യോഗിക ജീവിതത്തിൽ 2026 ജൂലൈ മാസം വലിയ മുന്നേറ്റങ്ങളുടെ സമയമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അനുഭവിച്ചിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും പുതിയ അവസരങ്ങൾ തേടിയെത്തുകയും ചെയ്യും. ഏറെക്കാലമായി ഒരു സ്ഥിരമായ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ മറുപടികൾ ലഭിക്കും. സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്ക് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്ന ഒരു തസ്തികയിലേക്ക് നിയമനം ലഭിക്കാൻ സാധ്യതയുണ്ട്. IT, ബാങ്കിംഗ്, അധ്യാപനം, നിയമം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ഈ മാസം പ്രൊമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ആശയങ്ങൾ മേലുദ്യോഗസ്ഥർ അംഗീകരിക്കുകയും അത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിസ നടപടികൾ വേഗത്തിലാകാനും ജൂലൈ മാസത്തിനുള്ളിൽ തന്നെ യാത്ര തിരിക്കാനും സാധിക്കും. നേരത്തെ വിദേശത്ത് പോയി തടസ്സങ്ങൾ നേരിട്ടവർക്ക് ഈ മാസം തിരികെ പോകാനുള്ള സാഹചര്യം ഒരുങ്ങും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം ലാഭവിഹിതം വർദ്ധിക്കും. പുതിയ പങ്കാളികളെ കണ്ടെത്താനും ബിസിനസ് വിപുലീകരിക്കാനും അനുകൂലമായ സമയമാണ്. നിർമ്മാണ മേഖല, കയറ്റുമതി, ഇറക്കുമതി, റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിലുള്ളവർക്ക് അപ്രതീക്ഷിത ലാഭം ഈ മാസം ലഭിക്കാം. ചെറിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് പോലും നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. സാമ്പത്തികമായി അനിഴം നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങളാകും നൽകുക. വരുമാനത്തിന്റെ സ്രോതസ്സുകൾ വർദ്ധിക്കുകയും സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ സാധിക്കുകയും ചെയ്യും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് പണം വരാൻ സാധ്യതയുണ്ട്. പഴയ കുടിശ്ശികകൾ പിരിഞ്ഞു കിട്ടാനും കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാനും ഈ മാസം സാധിക്കും. ഓഹരി വിപണിയിലോ ചിട്ടിയിലോ നിക്ഷേപം നടത്തുന്നവർക്ക് ഈ മാസം മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും. ഭൂമി വാങ്ങാനോ വീട് പണി ആരംഭിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ ധനസഹായം ബാങ്കുകളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ എളുപ്പത്തിൽ ലഭിക്കും. കുടുംബത്തിലേക്ക് പുതിയ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങാനോ ഈ മാസം തുക ചെലവാകും. ഇത് നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കും. വലിയ ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതിരുന്നത് അത്ര ഉചിതമല്ലെങ്കിലും ചെറിയ തോതിലുള്ള ഭാഗ്യാനുഭവങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങളെ തേടിയെത്താം. പിതൃസ്വത്ത് ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ വിൽപത്രം വഴി സ്വത്ത് കൈമാറ്റം ചെയ്യുന്നതിനോ ഉള്ള തടസ്സങ്ങൾ മാറും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു മാസമായിരിക്കും 2026 ജൂലൈ. ബന്ധങ്ങളിലെ ഊഷ്മളത വർദ്ധിക്കും. പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും നീങ്ങും. പരസ്പര ധാരണയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പങ്കാളിയുടെ പേരിൽ നടത്തുന്ന സംരംഭങ്ങൾ വിജയിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം നൽകും. യാത്രകൾ പ്ലാൻ ചെയ്യുന്നതിനും അത് കുടുംബത്തോടൊപ്പം ആസ്വദിക്കുന്നതിനും ഈ മാസം അവസരം ലഭിക്കും. വിവാഹപ്രായമെത്തിയ അനിഴം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ആലോചനകൾ വരാനും വിവാഹ നിശ്ചയം നടക്കാനും ഈ മാസം ഏറെ അനുകൂലമാണ്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് കടക്കാൻ സാധിക്കും. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ശുഭവാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന സമയമാണിത്. കുട്ടികളുടെ പഠനകാര്യത്തിലും കരിയറിലുമുള്ള പുരോഗതി മാതാപിതാക്കൾക്ക് അഭിമാനം നൽകും. അകന്നു നിന്നിരുന്ന ബന്ധുക്കൾ അടുത്തു വരാനും കുടുംബ സംഗമങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അവരുടെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. അനിഴം നക്ഷത്രക്കാരുടെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്ന് വലിയ ആശ്വാസം ലഭിക്കും. പുതിയ ചികിത്സാ രീതികൾ ഫലപ്രദമാകും. ഉദരസംബന്ധമായ അസുഖങ്ങളോ സന്ധിവേദനയോ ഉള്ളവർ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായ വ്യായാമം ശീലമാക്കുന്നത് ഈ മാസം കൂടുതൽ ഊർജ്ജസ്വലത നൽകും. മാനസികമായി വളരെ ആത്മവിശ്വാസമുള്ള ഒരു മാസമായിരിക്കും ഇത്. നെഗറ്റീവ് ചിന്തകൾ മാറി പോസിറ്റീവ് എനർജി വർദ്ധിക്കും. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മനസ്സിന്റെ ശാന്തത നിലനിർത്താൻ സഹായിക്കും. അനാവശ്യ ഉത്കണ്ഠകൾ ഒഴിവാക്കാൻ സുഹൃത്തുക്കളുമായോ പ്രിയപ്പെട്ടവരുമായോ സമയം ചെലവഴിക്കുന്നത് നന്നായിരിക്കും. ജോലികളിൽ കൂടുതൽ താല്പര്യവും ഏകാഗ്രതയും പുലർത്താൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ജിജ്ഞാസ വർദ്ധിക്കും. അനിഴം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ മികച്ച മുന്നേറ്റം നടത്താൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ആഗ്രഹിച്ച കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. കലാരംഗത്തുള്ളവർക്കും സാഹിത്യകാരന്മാർക്കും വലിയ അംഗീകാരങ്ങൾ ലഭിക്കുന്ന സമയമാണിത്. നിങ്ങളുടെ സർഗാത്മക കഴിവുകൾ പുറത്തെടുക്കാൻ സാധിക്കുന്ന വേദികൾ ലഭിക്കും. യാത്രകൾ ഈ മാസത്തെ പ്രധാന വിനോദമായിരിക്കും. പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. എല്ലാം പോസിറ്റീവ് ആണെങ്കിലും ചില കാര്യങ്ങളിൽ ചെറിയ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമാകും. സംസാരത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക.
ചിലപ്പോൾ നിങ്ങളുടെ തമാശകൾ മറ്റുള്ളവർ തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഔദ്യോഗിക മേഖലകളിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ജാമ്യം നിൽക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വലിയ തുക കടം കൊടുക്കുന്നതോ ഈ മാസം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. തിരിച്ചു കിട്ടാൻ താമസം നേരിട്ടേക്കാം. രാത്രികാല യാത്രകളിൽ അമിത വേഗത ഒഴിവാക്കുക. വാഹനങ്ങളുടെ മെയിന്റനൻസ് കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. കൂടുതൽ ഐശ്വര്യത്തിനും തടസ്സങ്ങൾ നീങ്ങുന്നതിനുമായി ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് നടത്തുന്നത് കരിയറിലെ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യവർദ്ധനവിന് കാരണമാകും. പാവപ്പെട്ടവർക്കോ ഭിന്നശേഷിക്കാർക്കോ ഭക്ഷണം നൽകുന്നതോ വസ്ത്രം നൽകുന്നതോ അനിഴം നക്ഷത്രക്കാർക്ക് വലിയ ദോഷപരിഹാരമാണ്. ഓം മിത്രായ നമഃ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ബന്ധങ്ങളിൽ ദൃഢതയും നൽകും. മറ്റു പ്രധാനപ്പെട്ട മേഖലകൾ നോക്കുമ്പോൾ പഴയ വീടുകൾ പുതുക്കി പണിയാനോ അല്ലെങ്കിൽ പുതിയ ഫ്ളാറ്റോ വീടോ വാങ്ങാനോ ഉള്ള കരാറുകളിൽ ഒപ്പിടാൻ ജൂലൈ പകുതിക്ക് ശേഷമുള്ള സമയം വളരെ നല്ലതാണ്. തീർത്ഥയാത്രകൾ നടത്താൻ സാധ്യതയുണ്ട്. പ്രമുഖ ക്ഷേത്രങ്ങളോ ആശ്രമങ്ങളോ സന്ദർശിക്കുന്നത് വഴി മനസ്സിൽ വലിയൊരു സമാധാനം അനുഭവപ്പെടും. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ സംഘടനകളിലോ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും നിങ്ങളുടെ മാന്യത വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അനിഴം നക്ഷത്രക്കാർ പൊതുവെ ശനിയുടെ സ്വാധീനമുള്ളവരായതിനാൽ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ വിജയങ്ങൾ നേടിയെടുക്കാറുള്ളൂ. എന്നാൽ 2026 ജൂലൈ മാസത്തിന്റെ പ്രത്യേകത നിങ്ങളുടെ അധ്വാനത്തെക്കാൾ ഉപരിയായി ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നു എന്നതാണ്. സാമ്പത്തികമായ അനിശ്ചിതത്വങ്ങൾക്ക് ഈ മാസം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പുതിയ ലക്ഷ്യങ്ങൾ ക്രമീകരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. കരിയറിന്റെ കാര്യത്തിൽ ഈ മാസം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൂരവ്യാപകമായ ഫലങ്ങൾ നൽകുന്നവയായിരിക്കും. ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതോ ബിസിനസ്സിൽ പുതിയൊരു കരാർ ഒപ്പിടുന്നതോ ആയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിത നിലവാരത്തെ പാടെ മാറ്റാൻ പര്യാപ്തമാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന അംഗീകാരങ്ങൾ നിങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലനാക്കും. സാമ്പത്തികമായി കൈ നനയാതെ മീൻ പിടിക്കാമെന്ന അവസ്ഥയിലല്ലെങ്കിലും മുടക്കിയ മുതലിന് ഇരട്ടി ലാഭം ലഭിക്കുന്ന സാഹചര്യം ഈ മാസം ഉണ്ടാകും. കടബാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കുന്നത് വഴി വലിയൊരു മാനസിക ഭാരം നിങ്ങളുടെ തലയിൽ നിന്ന് ഇറക്കി വെക്കാൻ ഈ മാസം സാധിക്കും. കുടുംബജീവിതം ഈ മാസത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയും പരസ്പര വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. അവിവാഹിതർക്കും ദീർഘകാലമായി വിവാഹം ആലോചിക്കുന്നവർക്കും ഈ മാസം മംഗളകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. കുട്ടികളുടെ നേട്ടങ്ങൾ കുടുംബത്തിൽ ആഘോഷത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കും. വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി നിറയുന്നതിനാൽ ചെറിയ അസ്വാരസ്യങ്ങൾ പോലും പെട്ടെന്ന് പരിഹരിക്കപ്പെടും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന അച്ചടക്കം ഈ മാസം വലിയ ഗുണം ചെയ്യും. ശാരീരികമായ അവശതകൾ മാറി ഉന്മേഷം കൈവരും. എങ്കിലും ഭക്ഷണകാര്യത്തിലും യാത്രാവേളകളിലും മിതത്വം പാലിക്കുന്നത് നന്നാകും. മാനസികമായി നിങ്ങൾ കൂടുതൽ പക്വത പ്രാപിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അനാവശ്യമായ ചിന്തകൾ ഉപേക്ഷിക്കാനും പ്രായോഗികമായി ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ അനിഴം നക്ഷത്രക്കാർക്ക് 2026 ജൂലൈ മാസം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളാണ് സമ്മാനിക്കുന്നത്. തടസ്സങ്ങൾ നീങ്ങുകയും അവസരങ്ങൾ വാതിൽക്കൽ വരികയും ചെയ്യുന്ന ഈ സമയത്ത് അവയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറെടുക്കുക. സ്വന്തം കഴിവിലുള്ള വിശ്വാസവും ഈശ്വര ചിന്തയും കൈവിടാതെ മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങൾ കൈവരിക്കുന്ന നേട്ടങ്ങൾ വരും വർഷങ്ങളിൽ നിങ്ങളുടെ കരുത്തായി മാറും. എല്ലാ കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസം പുലർത്തുക. കാരണം പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയമാണിത്. ഭാവിയെക്കുറിച്ചുള്ള ഭയാശങ്കകൾ വെടിഞ്ഞ് ഓരോ ദിവസത്തെയും കൃതജ്ഞതയോടെ സമീപിക്കുക. ഈ മാസം നിങ്ങൾ നടത്തുന്ന ഓരോ ചുവടുവെപ്പും വിജയത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുമെന്നതിൽ സംശയമില്ല. എല്ലാവരോടും സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുന്നത് നിങ്ങളുടെ വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കുകയും സാമൂഹികമായ അംഗീകാരം നേടിത്തരികയും ചെയ്യും.